കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് കേരള ബാങ്കിൻ്റെ എറണാകുളം ഓഫീസിൽ ഒരു ഇന്നൊവേഷൻ ഹബ്ബ് ഇന്ന് ആരംഭിക്കുന്നുമുണ്ട്. നൂതന സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് ഏറ്റവും അധികം മാറ്റങ്ങളുണ്ടാക്കിയ ഒരു മേഖലയാണ് ബാങ്കിൻ്റേത്. പണ്ടൊക്കെ നമ്മൾ പണവുമായി ബാങ്കിലേക്ക് പോകുന്നു, പണമടക്കുന്നു, മടങ്ങി വരുന്നു. പണമെടുക്കാനാണെങ്കിലും ബാങ്കിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. കസ്റ്റമർ ബാങ്കിലേക്ക് എന്നതിന് പകരം ബാങ്കുകൾ കസ്റ്റമേഴ്സിലേക്ക്, അങ്ങനൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായാൽ പണമിടപാട് നടത്താൻ പറ്റുകയാണ്. ചടുലമായ ഈ മാറ്റങ്ങൾ ബാങ്കിങ് മേഖലയിൽ വന്നത് IT സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തോടെയാണ്. ആ നിലക്കുണ്ടായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതോടൊപ്പം അവ ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളുണ്ട്. അവയെ നേരിടേണ്ടതും അനിവാര്യമായ കാര്യമാണ്. അതിനുതകുന്ന ചർച്ചകൾ ഈ കോൺഫറൻസിൽ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു പല കാര്യങ്ങൾക്കും രാജ്യത്തിന് മാതൃകയായി മാറാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. ബാങ്കിങ് മേഖലയിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണം. ജില്ലാ സഹകരണ ബാങ്കുകൾ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചുകൊണ്ട് 2019 നവംബർ മാസം 29-നാണ് കേരള ബാങ്ക് നിലവിൽ വന്നത്. രൂപീകരിക്കപ്പെടുമ്പോൾ കേരള ബാങ്കിൻ്റെ സഞ്ചിത നഷ്ടം 1151 കോടി രൂപയായിരുന്നു. രൂപീകൃതമായ വർഷത്തിൽ 4 മാസം, തുറന്നിങ്ങോട്ട് 4 പൂർണ്ണ സാമ്പത്തിക വർഷങ്ങൾ കേരള ബാങ്ക് പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലെല്ലാം ബാങ്ക് അറ്റലാഭം നേടുകയുണ്ടായി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 209 കോടി രൂപയുടെ അറ്റലാഭമാണ് നേടിയത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ, അതിനോടൊപ്പം കേരള ബാങ്കും നല്ല രീതിയിൽ നീങ്ങുന്നു എന്നതാണ് കാണാൻ കഴിയുക. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ട വായ്പാ കുടിശ്ശികകളുണ്ടായിരുന്നു, കേരള ബാങ്കിന് കൊടുക്കേണ്ടിയിരുന്നത്. വലിയ സാമ്പത്തിക പ്രയാസം സർക്കാർ അനുഭവിക്കുന്ന ഘട്ടത്തിൽ ബാങ്കിൻ്റെ കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ മുൻഗണന നൽകുകയാണ് സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അറ്റലാഭത്തിലേക്ക് നീങ്ങാൻ സഹായകമായത്. രൂപീകരണ ശേഷം ബാങ്കിൻ്റെ നിക്ഷേപത്തിൽ, വായ്പയിൽ, മൊത്തം ബിസിനസ്സിൽ എല്ലാം നല്ല വളർച്ച ക്രമാനുഗതമായി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെ മൊത്തം ബിസിനസ് ഇപ്പോൾ
1,22,500 കോടി രൂപയുടെ ആയി മാറിയിട്ടുണ്ട്. മൊത്തം ബിസിനസ്സിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനം പ്രവർത്തന കേന്ദ്രമായുള്ള ബാങ്കുകളിൽ 3-ാം സ്ഥാനത്താണ് കേരള ബാങ്ക് ഉള്ളത്. അത് അടുത്ത ഘട്ടത്തിൽ തന്നെ കൂടുതൽ ഉയർന്ന സ്ഥാനത്തേക്ക് മാറാനാകുമെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാവുന്നത്. കേരള ബാങ്കിൻ്റെ മൊത്തം വായ്പ 50,000 കോടി രൂപയിലേക്ക് കടന്നിരിക്കുന്നു. അതിനുള്ളൊരു പ്രത്യേകത, അതിൽ 27% കാർഷിക വായ്പയാണ് എന്നുള്ളതാണ്. കാർഷിക മേഖലാ വായ്പയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ ആകെ വിശ്വാസം ആർജിക്കാൻ കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കേണ്ട ബാങ്കാണ് കേരള ബാങ്ക്. ആ കടമയും കേരള ബാങ്ക് നിർവഹിക്കുകയാണ്. ഈ നേട്ടങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് കാലാനുസൃതമായ മുന്നേറ്റങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് ഈ IT കോൺഫറൻസ്.